അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആത്മീയ മജ്ലിസുകളുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മജ്ലിസാണ് നൂറെ ഹബീബ് മജ്ലിസ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഹാമിദ് ആറ്റുകോയത്തങ്ങൾ അതുപോലെ തന്നെ ഒരു പുതിയൊരു നേതൃത്വമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രൂപത്തിൽ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നൂറെ ഹബീബ് തട്ടിപ്പാണ്, നൂറെ ഹബീബ് വേറെ ഉദ്ദേശം വെച്ചാണ് പരിപാടി നടക്കുന്നത്, പല അനാവശ്യ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പല രൂപത്തിൽ. അപ്പം നൂറെ ഹബീബ് ചെയ്യുന്ന പല തട്ടിപ്പുകളും പല രൂപത്തിലുണ്ട് എന്നൊക്കെ പലരും പറയുന്നതായി കേട്ടിട്ടുണ്ട്. എന്നാൽ നൂറെ ഹബീബ് ചെയ്യുന്ന കുറേ തട്ടിപ്പുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി, പ്രത്യേകിച്ച് നൂറെ ഹബീബിൻ്റെ രണ്ടാം എന്ന് പറഞ്ഞിട്ടുള്ള ആ യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു തട്ടിപ്പിൻ്റെ വീഡിയോ ഞാനിതിൽ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ അതിനു മുമ്പ് എന്താണ് അതിലുള്ളത് എന്നൊന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ആമുഖം പറയാം. നൂറെ ഹബീബ് മജ്ലിസിന്റെ നേതൃത്വത്തിൽ, അതുപോലെ അല്ലെങ്കിൽ ഹാമിദ് ആറ്റക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പുകളുടെ വലിയൊരു ശൃംഖല, അതിൽപ്പെട്ട ഒരു വലിയ തട്ടിപ്പാണ് നമ്മളിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, നൂറെ ഹബീബിനെ കുറിച്ച് പുറത്തുള്ള ആളുകൾ പലതും പറയും, എന്നാൽ നൂറെ ഹബീബിന് ഉള്ളിലുള്ള ആളുകൾക്ക് അതിൻ്റെ സത്യം അറിയാം, എന്താ അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതിലുള്ള ആരും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ തട്ടിപ്പുകൾ എന്ന് പറയുന്നത് സമൂഹ വിവാഹം നടത്തുക, അതൊരു തട്ടിപ്പാണ്. അതേപോലെ പാവങ്ങളെ സഹായിക്കുക, എത്തിമക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള തട്ടിപ്പുകൾ. അഥവാ ഈ വിരോധികളായിട്ടുള്ള നൂറെ ഹബീബ് വിരോധികൾ, നൂറെ ഹബീബിനെ എതിർക്കുന്നവർ, നൂറെ ഹബീബ് തട്ടിപ്പാണെന്ന് പറയുന്നവർക്ക് കണ്ടുപിടിച്ചിട്ടുള്ള തട്ടിപ്പുകളാണിത്. അഥവാ നൂറെ ഹബീബിൽ സത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നൂറെ ഹബീബിന്റെ പവർ കൊണ്ട്, അല്ലെങ്കിൽ ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ പവർ കൊണ്ട്, നൂറെ ഹബീബിന്റെ പവറല്ല, സ്വലാത്തുൽ ഫാത്തിഹിന്റെ പവർ കൊണ്ട്, അത് ചൊല്ലുന്നതിന്റെ ആ ഒരു പവർ കൊണ്ട് അവിടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ മുറാദുകൾ ഹാസിലാകുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇനിയും അങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ അവിടെ നടക്കുന്ന തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ തട്ടിപ്പുകളല്ല, അത് സമൂഹത്തിനും പാവങ്ങൾക്കും കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ പെട്ടതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. പക്ഷെ അത് വിരോധികൾ തട്ടിപ്പായിട്ടാണ് കാണുന്നത്. അഥവാ നൂറെ ഹബീബിൽ നടക്കുന്ന തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി പറയാവുന്ന തട്ടിപ്പുകൾ പാവങ്ങളെയും എത്തിമക്കളെയും നോക്കുക എന്നുള്ളത് മാത്രമാണ്. വേറൊരു തട്ടിപ്പ് നമുക്കവിടെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല. ഒരു ബുദ്ധിമുട്ടുകളും ഒരു തട്ടിപ്പ് വിഷയങ്ങളുമായി നൂറെ ഹബീബിനെ അള്ളാഹു മാറ്റാതിരിക്കട്ടെ. നല്ല രൂപത്തിൽ നൂറെ ഹബീബ് വളർച്ചയിലെത്തട്ടെ. ആമീൻ. അപ്പോൾ രണ്ട് എത്തിമക്കളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അഥവാ തങ്ങളിപ്പോൾ ഒരു പരിപാടിയുടെ സ്റ്റേജിൽ വെച്ച് അവരെ മുന്നോട്ട് വിളിക്കുകയും അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുകയും, വാപ്പയില്ലാത്ത മക്കളാണ്, തങ്ങളുടെ ചരിത്രത്തിലും കാണാം തങ്ങളും എത്തിക്കുട്ടിയായിട്ട് ജനിച്ചു വളർന്ന ആളാണെന്നുള്ളത്. അപ്പം അതേപോലെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവർക്ക് വീട് വെച്ചെടുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് വീടിന് സ്ഥലം കൊടുക്കാൻ നിൽക്കുകയും അത് പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ മുന്നിൽ വെച്ച് അവർക്ക് വീട് വെക്കാനുള്ളൊരു സ്ഥലം ഒരാൾ മുഖേന അവർക്ക് കൊടുക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കുകയും, അത് കഴിഞ്ഞ് അതിനുശേഷം ആ ഒരു ഇവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ളതിൻ്റെ ക്യാഷിൻ്റെ പകുതി വേറൊരു മഹാനായ ഒരു മനുഷ്യൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൻ്റെ വളരെ സന്തോഷം ലഭിക്കുന്ന, മനസ്സിന് കുളിർമയേകുന്ന നൂറെ ഹബീബിൻ്റെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയുക. അപ്പോൾ നമുക്കും പറയാം, നൂറെ ഹബീബ് ചെയ്യുന്ന തട്ടിപ്പുകൾ ഇതൊക്കെയാണ്. പാവങ്ങളെ സഹായിക്കുക, എത്തിമക്കളെ കല്യാണം റെഡിയാക്കി കൊടുക്കുക, അതേപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് അഥവാ എത്തിയും കുട്ടികൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അവരുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുക എന്നുള്ളതൊക്കെയാണ് നൂറെ ഹബീബ് ചെയ്യുന്ന തട്ടിപ്പുകൾ എന്ന് നമുക്കും പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഉയരങ്ങളിൽ എത്തിക്കട്ടെ. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക, നമ്മളൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആരൊക്കെ പറഞ്ഞു കേൾക്കുന്നതല്ല സത്യം, നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ സത്യം എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം
പറയുന്ന ആളുകൾ ചിലപ്പോൾ തെളിവുകളൊക്കെ കൊണ്ടുവരാം, പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള തെളിവാണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മളിത് ഷെയർ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളെ നാവിനെയും കൽബിനെയും സൂക്ഷിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. തെറ്റായ കാര്യങ്ങൾ ലഭിക്കുന്നതും അത് ഷെയർ ചെയ്യുന്നതിന് തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, അതിന് കറക്റ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ഈ മക്കള് ദാറുൻ നജാത്ത് എത്തിങ്ങാല് പഠിക്കുന്ന കുട്ടികളാണ്. 3 കുട്ടികളുണ്ട്. പിന്നെ ചെറിയൊരു പെൺകുട്ടിയുണ്ട്. എല്ലാ ഞായറാഴ്ച എന്നെ കാണാൻ വരും ഈ മക്കള്. നാളെ ഇവരെ വാപ്പാന്റെ കൂടെ സുഖലോക സ്വർഗത്തിൽ കിടക്കാൻ ഈ മക്കൾക്കും ഇവിടെ ഉമ്മാക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഈ പ്രായത്തിൽ അല്ലാഹു നമ്മളെ മക്കളെ യതീമാക്കാതിരിക്കട്ടെ. സന്തോഷം അല്ലാഹു നൽകട്ടെ. ഈ തൈര മക്കൾ എല്ലാ ഞായറാഴ്ചയും വരും, ഇന്ത്യത്ത് വരും. എന്നിട്ട് എന്നോട് ചെന്നപ്പോ സുഖല്ലേ? അതേ മക്കളെ, ഞാൻ വിളിക്കും. എന്റെ ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ അവരോട് പറയും, ഈ മക്കൾ എന്ത് ചെയ്യരുത്, ചോദ്യം ചെയ്യരുത്. എന്റെ വീട്ടിലെത്തിയ മക്കൾ ചോദ്യം നേരെ കടത്തി വിടുന്നത്. ഇവരെല്ലാം ഞായറാഴ്ച വരും. ഒരു ഞായറാഴ്ച വന്നു, ഒരു ലെറ്റർ ഉണ്ട്. ഉമ്മ എത്തിയമാണ്, മക്കളെത്തിയമാണ്. ഒരു സ്ഥലമില്ല, ഒരു വീടില്ല. നിങ്ങൾ പാപ്പ, എന്റെ മക്കൾക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഒരു വീട് വെക്കണം. അത് നിങ്ങൾ എന്തെങ്കിലും സ്ഥലം തരണമെന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഉംറക്ക് പോവുകയാണ്, ഞാൻ ഉംറക്ക് പോയിട്ട് വരട്ടെ, നമുക്ക് വഴി ഉണ്ടാക്കാം. അപ്പൊ ഞാനൊരു 4 സെന്റ് സ്ഥലം ഇവിടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഈ മക്കൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉംറ ചെയ്യാൻ വേണ്ടി എന്റെ കൂടെ പറപ്പിങ്ങളെ കൂടി ഞാൻ മത്താഫ് പറഞ്ഞറിയോ? അറിയില്ല, അറബി അറിയില്ല. എന്താ തവാഫ് അങ്ങനത്തെ പറയും, എനിക്ക് തെറ്റിയില്ലല്ലോ. അങ്ങനെ ഞാൻ ആ തവാഫ് ചെയ്യുന്ന കഅബ ശരീഫ് ചുറ്റാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കിടക്കുക. അതിൽ എന്റെ കൂടെ ഒരു ആളുണ്ട്, ഒരു മഹാനുണ്ട്. എന്താന്നറിയില്ല, മൂപ്പര് അള്ളാഹുവിനെ സാക്ഷിയാക്കിട്ട് പറയാം, ഈ മക്കള് എന്റെ മനസ്സിലുണ്ട്. ഞാൻ മത്താഫിക്ക് കാലുണ്ട് എടുത്തു വെച്ചപ്പോ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, തങ്ങൾപ്പ എന്റെ മനസ്സിലൊരു ആഗ്രഹം എന്തോ വെച്ചു. ഞാനൊരു എത്തിയ മക്കൾക്ക് 3 സെന്റ് സ്ഥലം കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അത് വേങ്ങ ടൗണിലാ, വേങ്ങ ടൗണിലാ. എനിക്കാട്ടോ പറഞ്ഞത് ഇച്ചിരി സ്ഥലം. അങ്ങനെ മൂപ്പര് അള്ളാഹു ആഫിയത്തുള്ള ദീർഘാസുള്ള കൊടുത്തിട്ട് വേങ്ങ ടൗണിൽ തന്നെ അല്ലേ, കുറച്ച് ബാക്കില് എന്നോട് മൂപ്പര് തങ്ങൾപ്പ ഞാനൊരു 3 സെന്റ് സ്ഥലം കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. എന്റെ മക്കളുടെ ഖബറിലാണ്, അവിടെ ഖബർ വിശ്വാസം. ഞാൻ അന്തം വിട്ടു പോയി, കാരണം ഈ മക്കൾ എന്റെ മനസ്സിലുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ ബർക്കത്തുകൊണ്ട് മൂപ്പര് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, വേഗം ടൗണിൽ ഞാൻ 3 സെന്റ് സ്ഥലം തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂപ്പര് മകന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആ ഖബറിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാഖ അല്ലാഹു ഇറക്കി കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് ഓൽക്കുള്ള സ്ഥലം ഡിസംബർ 29-ാം തീയതി ആധാർ നമ്മൾ കൈമാറും അല്ലെ, കൈമാറിക്കൂടെ? എപ്പോഴൊന്നും വേണ്ട. അന്ന് 20 പെൺകുട്ടികളെ കല്യാണം. അന്ന് ഇൻഷാ അല്ലാഹ് ഈ മക്കൾക്കുള്ള സ്ഥലം അല്ലേ, ഈ മക്കൾക്കുള്ള സ്ഥലം കൈമാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ ഫിദർ അല്ലാഹു നൽകട്ടെ. അല്ലാഹു പ്രായത്തുള്ള നമ്മളെ കീമാക്കാതിരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ആധാരത്തിന്റെ അതിന്റെ ഒരു എഗ്രിമെന്റ് പേപ്പറാണ്, അത് ഈ മക്കൾക്ക് കൈമാറാണ്. ഇതിന് ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഇതിന്റെ മുമ്പിലുണ്ട്. ഓല് ചെയ്ത് എന്നെക്കാട്ടിലും ഇൽമുള്ളവരാണ്. ഇവരെല്ലാരും പാടെ കൂടിയിട്ട് എന്ത് ചെയ്യട്ടെ അല്ലേ സൈഫച്ച? ജലീൽ ഫൈസയും ഫാറൂഖ് ഫൈസൊക്കെ എന്ത് ചെയ്യാ ഇമ്പിച്ച് തങ്ങൾ വരാന്ന് പറഞ്ഞില്ല. മുപ്പരെത്തുവോ? മുപ്പര് അർജന്റൊരു രോഗത്തിന് പോയതാണ്, വരുമോ? ചേടാല്ലേ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പൊ കുട്ടികൾക്കുള്ള ആചാരം ഈ സദസ്സിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടില്ല, എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ
ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഉടമ ഈ മക്കൾക്ക് കൈമാറട്ടെ. അല്ലേ ശരി, നല്ല ബർക്കത്തുള്ള കൈ ഓലെ കയ്യാ, ഓല് എന്ത് ചെയ്യട്ടെ, ഓല് കൈമാറട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പേരെന്താ? മൂസാക്കാക്കും മൂസാക്കാന്റെ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു നൽകട്ടെ. നിങ്ങളൊക്കെ ഭാഗ്യമുള്ള മക്കളെ, നിങ്ങളൊക്കെ ഭാഗ്യമാർക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ തക്ബീർ നിങ്ങളുടെ കൊടുത്തു മക്കൾ വാങ്ങി. ജ്യേഷ്ഠൻ മരിച്ചത് 3 അല്ലാഹു ഖബർ വിശാലായി കൊടുക്കട്ടെ. മരുമകൾ ആശുപത്രിയിലെ പ്രസവമാണ്, സുഖപ്രസവം അല്ലാഹു നൽകട്ടെ. ഇന്നേക്കാൾ ചെറുപ്പം കൂട്ടി തെറ്റേ